ാണ് പടച്ചവനെ. കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാണ്. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിന്റെ അകത്തുകൂടെ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ പോലും അവിടുത്തെ വിരലുകൾ മുറിച്ചു എന്ന ചരിത്രം പറയുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നത്. അവിടെ കഷ്ടപ്പാടില്ലല്ലോ, അവിടെ പ്രയാസമില്ലല്ലോ, അവിടെ രോഗമില്ലല്ലോ, അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട. ഒരാളും നിന്നെ ചോദ്യം ചെയ്യാനില്ല. പടച്ചവനെ എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അവിടെ പടച്ചവനെ സദക്ക കൊടുക്കേണ്ട കാര്യമില്ല, വഅദ് കേൾക്കേണ്ട കാര്യമില്ല, വഅദ് പറയുന്നത് പടച്ചവനെ അവിടെയില്ല. എല്ലാവരും ആസ്വദിച്ച് നടക്കുകയാണ്. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് പോലെ ചോറ് വെക്കണ്ട, പെങ്ങളെ മിറ്റം നോക്കണ്ട, തുണി കഴുകണ്ട. അതിനവിടെ ഖാദിമീങ്ങളുണ്ട് പെങ്ങള്. വാപ്പാ കഷ്ടപ്പാടില്ല, കുടുംബത്തെ പോറ്റാൻ ജോലിക്ക് പോകണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. അവിടെ ഒരു കഷ്ടപ്പാടുമില്ല വാപ്പാ. അവിടെ അടിച്ചുപൊളിയാണ്, അവിടെ ആസ്വാദനമാണ്, അവിടെ സുഖമുള്ള ജീവിതമാണ്. അവിടെ കള്ളിന്റെ പുഴകൾ കാണാ, പാലിന്റെ അരുവികൾ കാണാ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗം അള്ളാന്റെ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ ആ സ്വർഗത്തിൽ വാപ്പയുടെ കൂടെയല്ല, ഉമ്മയുടെ കൂടെയല്ല, ഭാര്യയുടെ കൂടെയല്ല, മക്കളുടെ കൂടെയല്ല, ഈ ലോകം തന്നെ പടയ്ക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസിയാകണോ, നബി തങ്ങളുടെ കൂട്ടുകാരനാകണോ, നബി തങ്ങളെ കണ്ടുകൊണ്ട് നടക്കണോ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് അസ്അലുക മുറാഫതക ഫിൽ ജന്ന. നബിതങ്ങളുടെ കൂടെ ഒരു രാത്രിയിൽ ചിലവഴിക്കാൻ, യാത്രയിൽ നബിതങ്ങളുടെ കൂടെ പോയി രാത്രിയിൽ നബിതങ്ങളോടൊപ്പം താമസിക്കാൻ അവസരം കിട്ടിയ സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു.